ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് അലി ഇങ്ങനെ നടപ്പുണ്ടല്ലോ പിണറായിയുടെ പുറകെ. യൂസുഫ് അലിയുടെ മാള് ആ മലപ്പുറത്ത് തന്നെ മാളുണ്ടാക്കാത്ത, കോഴിക്കോട്ട് തന്നെ മാളുണ്ടാക്കാത്ത. ഞാൻ ചോദിച്ചു നേരിട്ട്, പത്രത്തിൽ ഉണ്ടായിരുന്നത്. എന്താ കാര്യം? മുസ്ലിങ്ങളുടെ കാശ് അങ്ങേർക്ക് വേണ്ട, നിങ്ങളുടെ കാശ് വേണം. നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ പിള്ളേരെ കൂടെ ചാടി കയറുകയല്ലേ മാളിനകത്തോട്ട്. നിങ്ങളുടെ കാശ് മുഴുവൻ മേടിച്ചെടുക്കുകയാണ്. നിങ്ങളതറിയോ? ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊടുക്കാൻ പാടില്ല. മനസ്സിലായി? നിങ്ങളുടെ പിള്ളേരെ ഇപ്പുറത്ത് മാറ്റി. ഞാനിപ്പോൾ വരുമ്പോൾ നോക്കി, പുതുതായിട്ടൊരു മുസ്ലിമിന് ജൗളിക്കട ഇവിടെ വരുന്ന വഴിയാണ്. ഞാൻ നമ്മുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുരേഷ് ഉണ്ടായിരുന്നു, ചോദിച്ചാൽ ആ കടയ്ക്കകത്ത് ഒരു 150 ഒരു തള്ള്. അതിന് ഇപ്പുറത്ത് അതിലും നല്ല രീതിയിൽ വെച്ച ഒരു നായരുടെ കടയുണ്ട്, ഈച്ചയാട്ടി ഇരിപ്പുണ്ട്. നമ്മുടെ ആളുകളുടെ ഗുണമാണ് പറഞ്ഞത്. ഇതൊക്കെ ആലോചിച്ച് ഓർത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, പറഞ്ഞേക്കാം. യാതൊരു സംശയം വേണ്ട. നമ്മുടെ ഇവരുടെ ഹോട്ടലുകളിലൊക്കെ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ പലതും ഉണ്ടായിട്ടുണ്ട്. ഒരു പില്ലർ വെച്ചിരിക്കുക, ചായ ഒരു തുള്ളി ഒറ്റ തുള്ളി ഒഴിച്ചാൽ പോകും. അത് കേട്ടായിരുന്നു. പിന്നെ പിള്ളേരുണ്ടാകും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, മനസ്സിലായില്ലേ? അതായത് വന്ധ്യതയിരിക്കുക പുരുഷനെയും സ്ത്രീയെയും. അങ്ങനെ ഇന്ത്യ രാജ്യം പിടിച്ചടക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ വീട്ടിൽ പെങ്ങന്മാരുമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളോടുമായിട്ട് പറയുന്നു, മിനിമം 4 മക്കളെങ്കിലും നമുക്കുണ്ടാകണം എന്ന് ശപഥം ചെയ്യണം നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. മനസ്സിൽ ഞാനിത് നിങ്ങളോട് മാത്രമല്ല, എന്നെ എല്ലാ കല്യാണം വിളിക്കും. കല്യാണത്തിന് പോകുമ്പോൾ ക്രിസ്ത്യാനിയോ ഹിന്ദു ആണെങ്കിൽ പെണ്ണിനോടും ചെറുക്കനോടും ഞാൻ പറയും 4. ഞാൻ ഇത് പറയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില ചെറുക്കന്മാർ 4 വേണോ? അപ്പോൾ പെണ്ണുങ്ങൾ പറയും 4 ഇരുന്നോട്ടെ. അപ്പോൾ എനിക്ക് സമാധാനം. ഇന്നലെ ഉണ്ടായി, ഇന്നലെ മിനിഞ്ഞാണ്, മനസ്സിലായി. ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ടായി. യു പിയിൽ യോഗി ആദിത്യനാഥ് ഒരു നല്ല കാര്യം ചെയ്ത് അറിഞ്ഞായിരുന്നു. ഇപ്പോൾ അന്ന് പത്രക്കാരനോട് ചോദിച്ചു, അവിടെ മോസ്കിലെ ബാങ്ക് വിളി മൈക്ക് വെച്ച് വേണ്ടാന്ന് പറഞ്ഞു, നിർത്തിയേക്കാൻ പറഞ്ഞു. അവിടെ പള്ളിയിൽ മണിയടിക്കുന്നതുകൊണ്ട് വലിയ മൈക്ക് വെച്ച് പുറത്തോട്ട് മൈക്ക് വെച്ചുള്ള ഇടപാടായിട്ട് അത് നിർത്തിയേക്കാൻ പറഞ്ഞു. നിർത്തി. ക്ഷേത്രങ്ങളെ മൈക്ക് വെച്ച് ഭജനമായിട്ട് നിർത്തിയേക്കാൻ പറഞ്ഞു. പുള്ളർ തുല്യം, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം തുല്യമായിട്ട് പള്ളിക്കും ഈ ആരാധനാലയത്തിന് പുറത്തുള്ള മൈക്കിടപാട് നിർത്തിക്കൊണ്ട് ഓർഡർ ഇട്ട് കൂടി. എത്ര മാന്യമായ തീരുമാനം എടുത്തത്. വിശ്വാസികൾ അവിടെ പോയി വിശ്വാസികൾ പ്രാർത്ഥിച്ചോണം, അല്ലാതെ മൈക്ക് വെച്ച് അയലങ്കാരെ പേടിപ്പിക്കണം. ഞാൻ ഈരാഴ്ചപ്പെട്ട 69 പള്ളിയാണ്. 69 പള്ളിയും കൂടെ ഒരുമിച്ച് നിന്ന് ബാങ്ക് വിളിക്കും. എങ്ങനെ ഇരിക്കും? മൈക്ക് വെച്ചാണ് വിളിക്കുന്നത്. ഞാൻ കേട്ടോണ്ട് കിടക്കല്ലേ. രാവിലെ ഒരു 4:50 ഞാൻ കേൾക്കും. കാരണം ബാങ്ക്, മനസ്സിലായില്ലേ? കാരണം അത് നിയമവിരുദ്ധമാണെന്നുള്ള അഭിപ്രായക്കാരനായ. പക്ഷേ ഞാൻ മിണ്ടുകയില്ല, സമൂഹത്തിൻ്റെ ഇടപെടി മിണ്ടാതിരിക്കും. അതൊക്കെ നിയന്ത്രണം യോഗി ആദിത്യനാഥ് കൊണ്ടുവന്ന ഞാൻ തീരുമാനം എത്ര നല്ലതെന്ന് ആലോചിച്ചു. ഞാൻ ഒരു മടിയില്ലാതെ നിയമസഭയിൽ പറഞ്ഞത് വീണ്ടും പറയുന്നു, ഇന്ത്യ മഹത്തായ ഭാരതം, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറഞ്ഞു ഈ സമ്മേളനം, ഭാരതത്തെ ഹിന്ദുസ്ഥാനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. അപ്പോൾ എന്താ ഹിന്ദു രാഷ്ട്രം? ഹൈന്ദവ രാഷ്ട്രം വേണ്ടേ? ഹൈന്ദവ വേണ്ട, ഹിന്ദു രാഷ്ട്രം മതി. എന്താ കാര്യം? ഹിന്ദുത്വം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞു എല്ലാവരുമായി സഹകരിക്കുന്ന സംസ്കാരമാണ്. അതല്ലാതെ ഒരു മതത്തെ ചവിട്ടിത്താത്തുന്ന സംസ്കാരമല്ല ഹിന്ദു സംസ്കാരം. ആ ഹിന്ദു സംസ്കാരമുള്ളവൻ ഒരിക്കലും മറ്റു മതത്തെ അപമാനിക്കാൻ ശ്രമിക്കില്ല, മറ്റു മതത്തെ കൊല ചെയ്യാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഹിന്ദു സംസ്ഥാനം ഹിന്ദു രാജ്യമാക്കി മാറ്റിക്കളഞ്ഞാൽ ഇവിടുത്തെ ഈ കടന്നുകയറ്റങ്ങൾ മുഴുവൻ നിയമപരമായി നേരിടാൻ കഴിയും. ഇപ്പം മുടിഞ്ഞ ജനാധിപത്യമാണ്, ഏത് ചെറ്റയ്ക്കും എന്തും ചെയ്യാം. മനസ്സിലായില്ലേ? മുടിഞ്ഞ ജനാധിപത്യം നന്നാവില്ല. ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞാൽ നിയമപരമായി നേരിടാൻ കഴിയും. ആ സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നു.
ഞാൻ ചോദിക്കട്ടെ, ലോക സമസ്ത സുഖിനോ ഭവന്തു ആരാ? ആലോചിക്കും. ഇന്ത്യയുടെ സംസ്കാരം അതാണ്. ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ വിവേകാനന്ദൻ 39ാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആ വലിയ വന്ദ്യനായ, ആ വലിയ ആരാധനായ പുരുഷൻ പറഞ്ഞ വലിയ വാക്കുകൾ ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ. നമ്മൾ ഇന്ത്യക്കാരൻ മാത്രമല്ല, അമേരിക്കക്കാരൻ ചത്തോട്ടെ, ചൈനക്കാരൻ ചത്തോട്ടെ, ശ്രീലങ്കക്കാരൻ ചത്തോട്ടെ, ഒന്നും നമ്മൾ പറയുന്നത് ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ എന്നല്ലേ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, എന്നല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. ഭാരതത്തിന്റെ സംസ്കാരത്തിൽ പറയുന്നത് അതല്ലേ. പക്ഷേ അത് അറിയാനും ഉൾക്കൊള്ളാനും കഴിയുന്ന സമൂഹം കുറഞ്ഞു വരുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിലാക്കുന്ന കാര്യം. അടുത്തത് എന്താ? വസുധൈവ കുടുംബകം. വളരെ പ്രധാനപ്പെട്ട ഭാരതത്തിൻ്റെതാണ്, ഭാരത സംസ്കാരത്തിൻ്റെയാണ് വസുധൈവ കുടുംബകം. ലോകം മുഴുവൻ ഒരു കുടുംബമാകട്ടെ. എന്നാലോചിച്ച്, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രാധാന്യമാണ് ലോകം മുഴുവൻ ഒരു കുടുംബമാകണം. അതായത് നായരായ നമ്മുടെ കൃഷ്ണനായും PC യോയും ഒരു കുടുംബമാകണമെന്നാണ് ഇപ്പം അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാം ഒരു കുടുംബമാണെന്ന് മനസ്സിലായില്ലേ? അത്രയും വലിയൊരു തത്വം ഏത് രാജ്യത്തിന്, ഏത് സമൂഹത്തിന് പറയാൻ കഴിയും? ഈ ഹിന്ദു രാഷ്ട്രത്തിനല്ലാതെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആയിരക്കണക്കിന് വർഷം ക്രിസ്ത്യാനിയും മുസൽമാനും കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നിട്ടും ഇപ്പോഴും ഹിന്ദു പിടിച്ചു നിൽക്കുന്നു. ഹിന്ദു മതവിശ്വാസികൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് പോലും അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ, അവൻ വന്ന് മുസ്ലിം അല്ലാത്തവരെല്ലാം കൊന്നില്ലേ? ആ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരന് വേണ്ടി പുസ്തകം പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഈ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റൊക്കെ എന്തൊരു ഗവൺമെൻറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ടിപ്പു സുൽത്താൻ അവൻ കൊള്ളക്കാരനാണ്. പറയാൻ എന്താ പഠിക്കേണ്ട കാര്യം? ആരാണ് എന്നെ ഒന്ന് തൂക്കിലിടട്ടെ, ഞാനൊന്ന് കാണട്ടെ. എന്തൊരു കാലമാണ് ടിപ്പു. ഏറ്റവും വൃത്തികെട്ട വർഗീയവാദിയല്ലായിരുന്നു അയാൾ. അയാള് പറയാൻ കൊള്ളും, സ്ത്രീകളിരിക്കുന്നതുകൊണ്ടാണ് മുണ്ട് വെക്ക് നോക്കുന്നു, ശുണ്ണത്തി ചെയ്തതല്ലേ, അന്നേരം വെട്ടിയേക്കുക. എത്ര ആയിരം ഹിന്ദുക്കളെ, ക്രിസ്ത്യാനി പറഞ്ഞ കുറച്ചുകൂടി രക്ഷപ്പെട്ട് കാണും, ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ടാവും എന്ന് പറയുക. പുസ്തകത്തിൽ ടിപ്പു സുൽത്താൻ്റെ അവദാനങ്ങൾ പഠിച്ചോളുന്ന പിള്ളേർ, അത് പഠിക്കുന്ന പിള്ളേർ പോക്കാ, സംശയം വേണ്ട. ഇതൊക്കെ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുക. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ശബരിമലയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സഹോദരങ്ങൾ ഇങ്ങനെ തുടങ്ങി എനിക്കിട്ട്, ഞാൻ പിന്നെ ഇഷ്ടം പറയുന്നത് എൻ്റെ ലൈൻ ഇതാണെന്ന് ഒന്നിനെ കള്ളത്തരം കാണിക്കുന്നു, ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ലവ് ജിഹാദ്. ഹിന്ദു ക്രിസ്ത്യൻ പെമ്പിള്ളേർക്ക് ഒരുമാതിരി കണ്ടാൽ കൊള്ളാവുന്നതാണെങ്കിൽ റോഡിൽ ഇറക്കാൻ പറ്റില്ല. അന്നേരം ഇവന്മാർ വന്ന് വീണേക്കുക. വീഴല്ല, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു പെണ്ണിനെ ചാക്കിടാൻ തീരുമാനിച്ചാൽ, പെണ്ണുങ്ങളാകുമ്പോൾ 2-3 പെണ്ണുങ്ങൾ കൂട്ടാവുമല്ലോ, ഒരു തലത്തട്ട വിട്ട പെണ്ണും കൂടെ കൂട്ടത്തിൽ കാണും. അവളെ ഉദ്ദേശിക്കുന്ന ഇറക്കണം. അവൻ വളരെ മിടുക്കനാണ്, അയ്യോ അവൻ ഭയങ്കര സർവകലാ വല്ലഭനാന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ ചാക്കിട്ട് കൈ കൊടുക്കും. അവൻ കൊണ്ടുപോകും. എത്ര പോയിട്ടുണ്ടെന്നറിയാമോ? കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പിണറായി വിജയൻ പറയുന്നത് ലവ് ജിഹാദ് ഇല്ലെന്നാണ്. ഞാൻ പറഞ്ഞു, പിണറായി ലവ് ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ടൊരു പുരുഷൻ പോയാൽ ഒരു ജിഹാദും പറയാൻ കഴിയില്ല, നിയമത്തിന് മുമ്പിൽ ഒരു കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ വലിയ വഞ്ചനയുടെ അടിസ്ഥാനത്തിൽ കബളിപ്പിച്ച് പെൺകുട്ടികളെ പിടിച്ച്, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ഒരു പ്രസവം കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി താലിബാൻ കൊള്ളക്കാർക്ക് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ നാണം കെട്ട സംസ്കാരമാണ് ലവ് ജിഹാദ്. അതാണ് നമ്മളിവിടെ എതിർക്കുന്നത്. അല്ലാതെ ഒരു പെണ്ണെ കെട്ടി കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് എതിർക്കേണ്ട കാര്യമില്ല. ഞാൻ ഒളിച്ചു വെക്കല്ല. എൻ്റെ മുറ്റത്ത്, എൻ്റെ പാർട്ടി, ക്ഷമിക്കണം, എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള എൻ്റെ ഓഫീസിൽ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ ഒരു മുസൽമാൻ ഞാൻ കെട്ടിച്ചു കൊടുത്തു. ഒരു കുഴപ്പവും എനിക്കില്ല, ഒരു എതിരുമില്ല. എന്താ കാര്യം കെട്ടിച്ചു കൊടുക്കാൻ? അവൾ ചത്താൽ ഇവൻ്റെ കൂട്ടത്തിലേ ഉള്ളൂ.
അവൻ ആത്മഹത്യക്ക് മുസ്ലിം പയ്യൻ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. പെണ്ണെ കിട്ടാഞ്ഞിട്ട് പെണ്ണിനെ ചെറുക്കനെ വിളിച്ചു വരുത്തി, വീട്ടുകാരെ വിളിച്ചു വരുത്തി. രണ്ടും കൂട്ടും പെരുവായിനെ കാറിച്ച് ഞാൻ കാറിച്ച് നിർത്താൻ പറഞ്ഞു. നീ ഒരു രണ്ട് വേഗം പോയി മാല മേടിച്ചുകൊണ്ട് 2 മാല മേടിച്ചു 2 തലയിട്ട് പോയി പള്ളിപ്പി കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അവർ 3 പിള്ളേരായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. നീരാറ്റുപേട്ട ഒരു കുഴപ്പവും എനിക്കില്ല, അതിന് ഞാൻ എതിരല്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രസവം, ഒരു മൗലവിയുടെ പ്രസംഗം നമ്മുടെ സോഷ്യൽ മീഡിയ വന്നു. നമ്മൾ 5000 ഹിന്ദു മുസ്ലിം അല്ലാത്ത മുസ്ലിമല്ല മുജിനി അങ്ങനെ പറയുന്നത് പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം കൂടി ഒരു കൊല്ലത്തിനകം 5000 മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കട്ടെ. അങ്ങനെ പ്രസവിച്ചാൽ ആ നിലയ്ക്ക് നോക്കിയാൽ 10 കൊല്ലം കൊണ്ട് കേരളം ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റും. മതിയോ? അത് കണ്ടായിരുന്നു ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്ക് കാണാം. അതായത് കേരളം മുസ്ലിം രാഷ്ട്രമാക്കുന്നു. പള്ളിക്കൂടത്ത് പോയിട്ടില്ലേ? അറബി അല്ലാതെ വേറെ ഒന്നും വലിയൊക്കെ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് രാഷ്ട്രമാക്കുന്നു. അറബി കേരളം സ്റ്റേറ്റ് ആക്കുമെന്ന് പറയണേ, മുസ്ലിം സ്റ്റേറ്റ് ആക്കുമെന്നല്ല പറയുന്നത്, മുസ്ലിം രാഷ്ട്രമാക്കുന്നതാണ്. അതൊക്കെ അറിയത്തില്ല അതെന്താണെന്ന് പോലും. അറബി എല്ലാം വല്ലതും പഠിച്ചിട്ടുണ്ട്. പള്ളിക്കൂടത്ത് പോയിട്ടല്ലേ ഗുണമുണ്ടാവും. ആ രീതിയിൽ പോയി എങ്ങനെ ഒക്കുന്നത്? ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മളിരിക്കണം. ഞാൻ നിങ്ങളോട് പറയാൻ കൃഷ്ണ മുഴുവൻ ഹിന്ദുക്കളെ പോലെ പാപങ്ങൾ ലോകത്തുണ്ട്. നിങ്ങൾ ആരടിയെന്നാൽ ഇനി അടിക്കരുതെന്ന് പറഞ്ഞ് പോയേക്കില്ലേ? എന്നാൽ തിരിച്ചൊരെണ്ണം കൊടുക്കാൻ ആമ്പയർ കാണിച്ച തല്ലുപോകാൻ പോലെ നിങ്ങൾ ഓടുക. എന്നെ ആരും കൊല്ലാത്തത്? എന്നെ കൊന്നുകളെന്നാ പറഞ്ഞത്. ഇവിടെ വാടാ കൊല്ല്, ഞാൻ ഇതാ കിടക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നു. ഒറ്റയ്ക്കല്ല 2-3 പേര് കാണും, ഇല്ലെന്ന് പറയുന്നില്ല. കൊല്ലാത്ത എന്താ? ചുമ്മാ ഒറ്റയ്ക്ക് ചാകുകയില്ല, ഒരു 5-6 കൊണ്ടുപോയാൽ പോവും. അതുകൊണ്ട് കൊല്ലുന്നില്ല. ആലപ്പുഴയിൽ ഒന്നവിടെ ഒന്നിവിടെ, ഒന്നവിടെ ഒന്നിവിടെ, 2 4 പാലക്കാട് 4 ഈ RSSകാർ ഭരിച്ച ആളുകൾ RSS ആയിരുന്നു എന്നല്ലാതെ ഈ കൊലപാതകമായിട്ട് ഒരു ബന്ധമുള്ളവരല്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്നാൽ SDPക്കാർ കൊലപാതകത്തിൽ പങ്കാളികളായവരാണ് കൊല ചെയ്യപ്പെട്ടത്. അതാ വ്യത്യാസം. ഇതിങ്ങനെ പോകാം. അതായത് RSS കൊന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, SDPക്കാർ ചെയ്തത് ശരിയായെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മുസ്ലിം സംഘടനകൾ പിന്മാറണം. SDPയും സുഡാപ്പിയും പിന്മാറണം. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പിന്മാറണം. അത് പിന്മാറണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയണം, അത് ശരിയാണ്, ഈ കൊലപാതക രാഷ്ട്രീയം മുസ്ലിമിന് ചേർന്നതല്ല എന്ന് അവരും പറയണം. അതിന് പകരം എല്ലാവരും ഒരുമിച്ച് കൂടും. അതെങ്ങനെ? അതാ ഒക്കാത്ത. ഞാൻ എൻ്റെ കാര്യം കുറച്ച് പറഞ്ഞു 97 മുസ്ലിം വന്നേ പറഞ്ഞില്ലേ? അവിടെ എന്നെ കൂവിക്കൊണ്ട് പറയാൻ ഞാൻ നിന്റെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരും ചൂടായി, മൗലികമാരെല്ലാം ചൂടായി. വോട്ട് നമ്മുടെ വേണ്ടെന്ന് പറഞ്ഞു വീട് കയറി പ്രചരണം. 60,000 വോട്ട് ചെയ്തിട്ട്, മുസ്ലിം വോട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് 70. ബാക്കി മുഴുവൻ അപ്പുറം കൊടുക്കും. എനിക്ക് ഒരു വിരോധമില്ല, സന്തോഷം. ഇനിയും അവിടെ തന്നെ ചെയ്തോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ ഇങ്ങനെ പോകാമോ മുസ്ലിങ്ങൾ പോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് സ്നേഹമില്ലാത്ത ഒരുത്തൻ്റെ വോട്ട് വാങ്ങി ഒരു സ്ഥാനത്ത് വരാനും PC ആഗ്രഹിക്കുന്നില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സ്നേഹം വേണം. മനസ്സിലായില്ലേ? ഇലക്ഷൻ കാലത്ത് ഞാൻ ഈ രാഷ്ട്രമട്ടത്തിൻ്റെ പൊതുയോഗത്തിൽ പറഞ്ഞു, നിൻ്റെയൊക്കെ വോട്ട്, നീ രാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിൻ്റെ വോട്ട് എനിക്ക് വേണം, ഇല്ലെങ്കിൽ നിൻ്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു. തോറ്റോട്ടെ, ഒരു വിരോധമില്ല. രസമല്ല ഇത് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി വോട്ട് ചെയ്യുന്നില്ല. അതൊരു രസം. ഞാൻ ചിരിച്ചുപോയി. എന്ത് വേണ്ട, എൻ്റെ കാര്യം പറയാനല്ലല്ലോ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കണക്ക് നിങ്ങളോട് പറയാം, അപ്പം നിങ്ങൾക്ക് വരെ മനസ്സിലായി. 1958 ക്രിസ്ത്യാനി 25% ഉണ്ടായിരുന്നു. അറിയാമോ? കണക്ക് കേട്ടിട്ടുണ്ടോ? അതായത് EMS അത് ഹൈക്കോടതി കേസ് വന്നു. ക്രിസ്ത്യാനി 25% ന്യൂനപക്ഷത്ത് മാറ്റണമെന്നും പറഞ്ഞു. EMS എന്ന് നോക്കിയാൽ ക്രിസ്ത്യാനിയുടെ വോട്ട് EMSന് കിട്ടുന്നുണ്ട്. EMS പറഞ്ഞ് അതായത് 25 തികഞ്ഞില്ലെന്ന്, ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഒരു ഗവൺമെൻറ് അഫിഡവിറ്റ് വന്നു. അതുകൊണ്ട് എന്നെ കാണിച്ച് കോടതിയിൽ നിന്ന് കേസ് വിട്ടോ, ഇതുകൊണ്ട് സ്ഥലം വിട്ടു. അപ്പോൾ 25 ഉണ്ടെന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം.
ക്രിസ്ത്യാനി 25 ഉണ്ടായിരുന്നു, മുസ്ലിം 14 ഉണ്ടായിരുന്നു. പട്ടികജാതി പട്ടികവർഗം എല്ലാം കൂടി 7% ഉണ്ടായി. അപ്പോൾ എത്രയായി? 46%. 25ഉം 10 35 4 39 7 46%. ഇതാണ് 58-ലെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും കണക്ക്. നമുക്ക് ഇപ്പോഴേക്ക് വരാം. ഇപ്പം എത്രയായെന്നറിയാമോ? കണക്ക് നോക്കിയിട്ടുണ്ടോ? ഇത് കണക്ക് നോക്കണം. നിങ്ങളിപ്പോൾ വക്കീൽ, നിങ്ങളൊക്കെ കണക്ക് പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം. ഈ കണക്ക് ഇപ്പം എത്രയാണെന്നറിയാമോ? 25 ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി 14, നേരെ 14ആയി. 14 ഉണ്ടായിരുന്ന മുസ്ലിം 32, പേറ്റ് കൂടുക. മനസ്സിലായില്ലേ? 32. പട്ടികജാതി പട്ടികവർഗം പാവങ്ങൾ അവർ 2% 9. അപ്പോൾ എത്രയായി? 55. അതായത് 58-ൽ ഹിന്ദു, അതായത് ക്രിസ്ത്യാനി 25, മുസ്ലിം 14, 7 പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ 46. അതിൻ്റെ അർത്ഥം 54 ഹിന്ദു വിശ്വാസികളുണ്ടായിരുന്നു. ഇപ്പോഴോ 14 ക്രിസ്ത്യാനി, 32 മുസ്ലിം, 9 വർഗ പട്ടികജാതി, 55%. അതായത് ഹിന്ദു 45%. അതായത് 9% കുറഞ്ഞു എന്ന് വക്കീലിന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? നിങ്ങൾ നന്നാകുകയില്ല. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനിയുടെയും നായരെയും പെണ്ണുങ്ങൾക്കെല്ലാം പ്രസവിക്കാൻ മടിയ. മുസ്ലിം പെണ്ണുങ്ങൾ ആത്മാർത്ഥമായി പ്രസവിച്ച് കൊടുക്കുക. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അവരെ കുറ്റം പറഞ്ഞ അവരെ അഭിനന്ദിക്കണം. ഈ രാജ്യം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ നീങ്ങുകയാണ്. എനിക്ക് മുസ്ലിം രാജ്യം പിടിക്കുന്നതിന് യാതൊരു വിരോധമില്ലായിരുന്നു. പക്ഷേ ഇവരെവിടെ ചെന്നാലും മനസമാധാനം തരികയില്ല. അതുകൊണ്ടുള്ള പഴക്കമുണ്ടിരിക്കും. മനസമാധാനം തരിക. അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിം മാത്രമല്ലേ ഉള്ളൂ. കിടന്നു നോക്കാൻ പറ്റുന്നുണ്ടോ? അടിയല്ലേ ദിവസവും, വെട്ടും അടി കൊലപാതകം. പറ. ഇപ്പറേ നോക്കാം. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ നമ്മുടെ തൊട്ടടുത്തല്ലേ. ഇവിടെ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് രാജ്യം വേണമെന്ന് പാകിസ്ഥാൻ ഉണ്ടാക്കി. അവിടെ പോയി പാകിസ്ഥാനും ബംഗ്ലാദേശ് അടിച്ച് പിരിഞ്ഞ്. ബംഗ്ലാദേശ് വേറെ, പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ ഇപ്പോൾ കിടപ്പുണ്ടോ? അവർക്ക് പ്രസിഡന്റായിരുന്ന പ്രധാനമന്ത്രി അടിച്ച് പുറത്താക്കിയിരിക്കുക പട്ടാളക്കാരുടെ കയ്യിലേക്ക്. ഇപ്പോൾ ദിവസവും കൊലപാതകം നടക്കുക. ആര് തമ്മിൽ? അവിടെ മുസ്ലിങ്ങൾ തന്നെയുള്ളവർ മുസ്ലിങ്ങൾ തമ്മിൽ അടിക്കുക. ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത ക്രിസ്ത്യാനി ഹിന്ദു ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനിക്കിട്ട് ഹിന്ദുവിട്ട് അടിക്കുക. എവിടെയാണേലും അടിക്കണം. ഇവന്മാർക്ക് അത് നിർബന്ധമാണ്. നിങ്ങളതിന് കൂട്ടു നിൽക്കുന്ന കാര്യമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പറയാതിരിക്കാൻ മേലാത്തോണ്ട് പറയാം. തെറ്റിദ്ധരിക്കരുത്. വളരെ മോശമായ പോക്കാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ നിർത്തണം. ഈ ലവ് ജിഹാദിനെതിരെ ശക്തമായ നിലപാട് ഞാൻ സ്വീകരിച്ചു. അനുവദിക്കില്ല. 40ഓളം പെൺകുട്ടികളെ ഞാൻ തിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ കൊല്ലണമെന്നായി. അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ. ശബരിമല ഇഷ്യൂ മുതൽ തുടങ്ങിയ വഴക്ക് ലവ് ജിഹാദിനെത്തിയപ്പോൾ എന്നെ കൊല്ലാൻ ജീവൻ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് രാഷ്ട്രീയമായി. പക്ഷേ ഇപ്പം രാഷ്ട്രീയമായിട്ട് കൂടുതൽ ശക്തിയായി എനിക്ക്. അതുകൊണ്ടാണ് സത്യമാണ്. നിയമസഭ പോയില്ലെങ്കിൽ അതിന് ശക്തി എനിക്കൊണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഒന്നും പുറകോട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇതെവിടെ പോയി നിൽക്കും? ഈയിനം കാര്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇങ്ങനെ വല്ലതൊരു യോഗം വിളിച്ച് വിരിഞ്ഞാൽ പോരാ. നിങ്ങൾ ക്ഷേത്ര സംഘങ്ങൾ മുഴുവൻ യോജിച്ച് വക്കീലും നിങ്ങൾ ഓടി നടക്കണം. അങ്ങനെ ഒരു സംഘടന ഉണ്ടോ നിങ്ങൾക്ക്? ആ സംഘടന ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 1 മണിയിലുണ്ടായി. നിങ്ങൾ നിർബന്ധമായും ക്ഷേത്രം യോജിപ്പിച്ച് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഹൈന്ദവ സംഘടന എന്ന നിലയിൽ തന്നെ നീങ്ങണം. അതിനകത്ത് അങ്ങനെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഹൈന്ദവ സമൂഹങ്ങളിലുള്ള ഇപ്പം 45ഓളം ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെ ഒരു പ്രബല വിഭാഗം ആരാണെന്നറിയാമോ? ഈഴവരാണ്. ഈഴവിൽ ഒരു 50% പിണറായി എടുത്ത് പോക്കറ്റിൽ വെച്ചിരിക്കുക, പുറത്തോട്ട് വിടാതെ. അത് വെള്ളാപ്പള്ളി കയറി കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? എങ്ങനെ അദ്ദേഹത്തെ ഉൾപ്പെടെ പുറത്തെടുക്കാമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഞാൻ അഭിപ്രായക്കാരനാണ്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആള് മോശക്കാരനായി ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഈഴവ സമുദായത്തിന് യോജിക്കാനും ജീവിക്കാനും പഠിപ്പിച്ച ഒരു വലിയ നേതാവാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തെ ഉൾപ്പെടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മാന്യത നിലനിർത്താൻ നിങ്ങളുടെ സഹായം വേണം.
എന്ന് നിങ്ങൾ നേതാക്കന്മാർ ആവശ്യപ്പെട്ട അദ്ദേഹത്തെയും നിങ്ങളെ മുമ്പിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം എന്ന അഭിപ്രായം തന്നെ രേഖപ്പെടുത്തുകയാണ്.